ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം പലർക്കും സംശയവും, ചിലർക്ക് ഭയവും, ചിലർക്ക് കുറ്റബോധവും ഉള്ള ഒരു വിഷയമാണ്. നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നീ ധരിക്കുന്ന ആഭരണങ്ങൾ ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ, അതോ ഞാൻ ചെയ്യുന്നത് പാപമാണോ എന്ന്? ചിലർ വർഷങ്ങളോളം ആഭരണങ്ങൾ ധരിച്ച് വന്നവരാണ്. ഒരു ദിവസം ആരോ പറഞ്ഞു ആഭരണങ്ങൾ ധരിക്കുന്നത് പാപമാണ് എന്ന്. ഉടനെ തന്നെ അവർ ആശയക്കുഴപ്പത്തിലായി ആഭരണങ്ങൾ എല്ലാം ഒഴിവാക്കി. എന്നാൽ അവരുടെ ഹൃദയം ശാന്തമായോ? ഒരിക്കലും ഇല്ല. കാരണം പ്രശ്നമെന്നത് അവൾ ധരിക്കുന്ന സ്വർണത്തിലോ ആഭരണങ്ങളിലോ അല്ല. പ്രശ്നം അവളുടെ ഹൃദയത്തിലാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ഒരിക്കലും ആഭരണങ്ങൾ ധരിക്കുന്നത് ഒരു തെറ്റല്ല, പക്ഷേ അത് വിനയത്തോടെ ആയിരിക്കണം. വചനത്തിൽ പറയുന്ന അലങ്കാരം എന്നത് ദൈവം അർത്ഥമാക്കുന്നത് പുറമേയുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിലൂടെയുള്ളതല്ല. ദൈവം പറയാൻ ആഗ്രഹിച്ച അലങ്കാരങ്ങൾ എന്നത് ഓരോരുത്തരുടെയും ഹൃദയത്തെ ആണ്. അവരുടെ ഹൃദയം അലങ്കാരമുള്ളതാകണം. വചനത്തിലൂടെ ദൈവം പറയുന്നത് ആഭരണങ്ങൾ ധരിക്കരുത് എന്നല്ല. പക്ഷേ വചനം വളരെ വ്യക്തമായി പറയുന്നു, മുൻഗണന മാറ്റുക. നമ്മുടെ മുൻഗണന എപ്പോഴും ദൈവസ്നേഹത്തിൽ മാത്രമായിരിക്കണം. ആഭരണത്തിലോ വസ്ത്രത്തിലോ മറ്റു ചില കാര്യങ്ങളിലോ നമ്മളുടെ മുൻഗണന മാറാൻ പാടില്ല. അമിതമായ പ്രദർശനം വേണ്ട, ലജ്ജയും വിവേകവും വേണം. ദൈവം നോക്കുന്നത് സാഹചര്യവും നിന്റെ ഹൃദയവും ആണ്. വിശുദ്ധമുള്ള ഒരു ഹൃദയം നിനക്കുണ്ടോ? അലങ്കരിച്ചിട്ടുള്ള ഒരു ഹൃദയം നിനക്കുണ്ടോ? അഹങ്കാരമില്ലാത്ത ഒരു ഹൃദയം നിനക്കുണ്ടോ? ചില സാഹചര്യങ്ങളിൽ ആഭരണങ്ങൾ ധരിക്കാനായി കഴിയില്ല. മരണവീടുകളിലും ഒക്കെ പോകുമ്പോൾ ആഭരണങ്ങൾ ധരിച്ചു പോകുന്നത് ഒരു മോശമായ കാര്യമാണ്. ഹൃദയശുദ്ധിയുള്ളവർക്ക് അത് ഒരിക്കലും താല്പര്യം കാണില്ല. അതാണ് ദൈവം പറയുന്നത്. സാഹചര്യവും നിന്റെ ഹൃദയവുമാണ് ദൈവം നോക്കുന്നത്. ആഭരണം ധരിക്കുന്നത് ഒരിക്കലും ഒരു പാപമല്ല. അത് വളരെ വ്യക്തമായി വചനം തന്നെ പറയുന്നു. അതുകൊണ്ട് ഇതുവരെ എങ്ങനെയായിരുന്നോ അങ്ങനെയല്ല. ഇന്നു മുതൽ നിന്റെ ജീവിതം മാറുന്നു. ഒരു തീരുമാനം ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ എടുക്കുക. നിന്റെ ഹൃദയം ഒന്ന് ശോധന ചെയ്യുക. ഹൃദയത്തെ അലങ്കരിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കുക. ആമേൻ.